Hi guys. Line cut. Hi guys. Welcome to channel guys. So guys, നമ്മളിന്ന് സജനരാജന്റെ ബർത്ത്ഡേ സർപ്രൈസ് ആയിട്ട് ആഘോഷിക്കാൻ പോവാ. സ്വന്തം പറഞ്ഞിട്ടില്ല, വേറെ അടുത്ത് പോവാണ് പറഞ്ഞിരിക്കുന്നത്. സോ അങ്ങനെ ഞങ്ങൾ അതിനുവേണ്ടി ആഘോഷിക്കാൻ വേണ്ടി പോവാണ് ഗായ്സ്. സോ ആൾട്ടിലച്ഛൻ അപ്പുറത്തെ റൂമിലാണ്, ഞാൻ ഇപ്പുറത്തെ റൂമിലാണ്. സോ ജസ്റ്റ് വ്ലോഗ് പോലെ എടുക്കാം. സോ എൻജോയ് വന്നു വ്ലോഗ്. വിപിന ചേച്ചി ഹായ് പറ. ഹായ് പറ കൊച്ചുമമ്മി. ജോയിൻ നോവാസ് ചപ്പൽ ഇടുന്നു. കൊച്ചുമ്മി രണ്ടു വാക്ക് എന്തെങ്കിലും പറയാൻ. സുഖമായിട്ടിരിക്കുന്നേ? അതെ. കൊച്ചുമ്മന്റെ വ്ളോഗ് ഇതുവരെ വന്നിട്ടില്ല ഇല്ലല്ലേ? കഴിഞ്ഞോട്ട് ഇതിലൂടെ കാണാൻ പറ്റില്ല. നമ്മളിങ്ങനെ ഈ ചേച്ചി അവിടെ എല്ലാം അപ്പുറത്ത് വീട്ടിൽ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കണ്ണെന്ന് എഴുതാൻ ഒരു ബന്ധവും ഇല്ല ഗൈസ്. നമ്മളിങ്ങനെ കണ്ണ് ചെറുതാ എഴുതണം. ഒന്നുമില്ല, നമുക്ക് എഴുതാം. എല്ലാം ചേച്ചി അപ്പുറത്തെ വീട്ടിൽ വെച്ചു ഗൈസ്. നാച്ചുറൽ ബ്യൂട്ടിയാ. പക്ഷെ ബ്യൂട്ടീഷ്യൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. അപ്പൊ ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ എന്റെ കാര്യങ്ങൾ എനിക്ക് നോക്കാൻ പറ്റിയില്ല, സമയമില്ലായിരുന്നു. ഇപ്പൊ എനിക്ക് കുളിക്കാനും നനയ്ക്കാനും പറ്റിയതുകൊണ്ട് എന്റെ കാരണന്മാർ കാണാൻ കൊള്ളാവുന്നതുകൊണ്ട് അവരുടെ ഒരു കോലവും രൂപവും എനിക്ക് കിട്ടണു. അതുകൊണ്ടാണ് അത് ബ്യൂട്ടീഷ്യൻ ചെയ്തിട്ടല്ല. ആ സൗന്ദര്യം ദൈവം തന്നാണ് ഭംഗി. കാരണന്മാര് ജനിപ്പിച്ചപ്പോ കാരണന്മാരൊരു ഭംഗിയാണ് എനിക്ക് തന്നേക്കുന്നത്. ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമ്മക്കിന്ന് പോണ്ടേ? യൂ, എന്റെ ഒരു കൈ എവിടെയാടേ? നോവൽ ചീപ്പാണ് ഗൈസ്. എക്സ്പെരിമെന്റ് കഴിഞ്ഞോടി ഇപ്പൊ. കൊല്ലത്ത് എവിടെയെങ്കിലും പോകായസ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഗായ്സ്. നാളെ ശനിയുടെ ബർത്ത്ഡേ ആണ് ഗൈസ് എന്നൊക്കെ പറയുന്നു. 35 വയസ്സായി ഗായ്സ്. ഞാൻ തരണോ ജീവന? ഇത് 35. 35 വയസ്സിൽ എന്താണ് അച്ഛാ പറയുള്ളത്? ഈ ഒരു വർഷക്കാലവും കൂടെ തന്നതില് അച്ഛൻ എന്താണ് പറയാനുള്ളത്? അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അപ്പം എനിക്കിപ്പം വ്യൂസ് ഉണ്ട് കേട്ടോ. നല്ല വീട്ടിൽ ഒഴിഞ്ഞേക്ക് ഇരുന്നു എല്ലാവരും. 100 വ്യൂസ് കഴിഞ്ഞ വ്യൂസ് കമന്റ് ഇടുന്നേ. ആരൊക്കെയാണ് എന്റെ സജനരാജന്റെ ഫാൻസ് എന്ന്? നല്ല വ്യൂസ് ഉണ്ട്. കിരൺ പറയുന്ന കേട്ടല്ലോ. കിരൺ നീ പറഞ്ഞല്ലോടാ. ഞാനോ? പിന്നെ പിന്നെ ഞാൻ എന്റെ ഫ്രെയിമിന് കൊണ്ടുവരുന്നില്ല.
Go away, stupid. In the house of my wife and daughter, you will not see any minute of the today. ഇറങ്ങി പോടാ. നീ എന്നിലൂടെ ഫേമസ്. ഞാൻ ലാസ്റ്റ് ചുവട്ടത്തെ വീഡിയോ ഞാൻ ചുവിടാം. ഏത് വീഡിയോ? ഇവന്റെ താഴെ ചെയ്തു തരുന്നേ വീഡിയോ ഓൺ ചെയ്തിരുന്നു. എല്ലാവർക്കും എന്നെ മതി. ഏത് കമ്പനിയാണെന്ന് പറയൂ. ഈ കമ്പനി ജിക്കമ്മിന് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് ഇതുള്ളതാ. നല്ല മഞ്ഞ കളർ കളർ ടി വി ആണല്ലോ. നമ്മൾ പോയാലോ? Let's go guys. അതിന് ചാച്ചന് ഞാൻ കൊടുത്ത സർപ്രൈസ് ഗിഫ്റ്റ് ആണ് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ ഗൈസ്, നടുക്കിരിക്കുന്ന ഞാനും സജന ചാച്ചനും കേട്ടും ഗൈസ്. അപ്പുറത്ത് ഞാൻ കൊടുത്ത ബിബിനിക്ക് കണ്ടോ. സജന ചാച്ചനെ അറിയാലോ. ഇതാണ് അച്ഛൻ കാണിക്ക്. അപ്പൊ അത് നോക്ക്. അതെ ഗൈസ്, അപ്പുറത്ത് കാണിച്ചു. ഇതാണ് ബിബിനിക്ക് ഞാൻ കൊടുത്ത ബർത്ത്ഡേ ഗിഫ്റ്റ്. യെസ്, കൊള്ളാം. അവക്ക് ഞാൻ കൊടുത്തത് സ്വർണ്ണമാല. അവിടെ എനിക്ക് കൊണ്ടുവന്നത് 200 രൂപയുടെ. ആരാന്നൊരു അറിയാത്തൊരു ഫോട്ടോ. എനിക്കോ അങ്ങനെ ഞാൻ നോവേ റെഡി ആയിരിക്കുന്നു. ബാക്കി ആരും റെഡി ആയില്ല ഗൈസ്. ഞങ്ങൾ അങ്ങോട്ട് പോകാൻ പോവുകയാണ് ഗൈസ്. സർപ്രൈസ് പറ്റാൻ തോന്നുന്നു ഗൈസ്. നോവൻ ചിരിച്ചേ. കുക്കുമ്മ എവിടെ? കുക്കുമ്മ നോവ കുക്കുമ്മ എവിടെ? കുക്കുമ്മ ഇതാകുമ്പോ പാട്ട് എടുക്കും. ചമ്പിജി അമ്മ ചമ്പിജി എന്ത് വാക്കേ? കുക്കുമ്പടക്കേ യാ. നമ്മൾ കഴിഞ്ഞ വട്ടം കൊച്ചു പപ്പയെ കാണിച്ചായിരുന്നു. ഇതാണ് ഞങ്ങളുടെ കൊച്ചു മമ്മി. കൊച്ചുമ്മ ഇങ്ങോട്ടൊന്നും ഇരിക്കുന്ന നാച്ചുറൽ ഫുഡ് ചെയ്യാം. ഓക്കെ, കൊച്ചുമ്മ എന്തുകൊണ്ട് സജിനാജിന്റെ ബർത്ത്ഡേ കുറിച്ച് 2 വാക്ക് പറയും. ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കണം ഭംഗിയായിട്ട്. എത്രാമത്തെ ബർത്ത്ഡേ? ഇപ്പൊ ഇനി അവന് 27 വയസ്സ്. 27 വയസ്സുള്ള ഒരാൾ. രണ്ട് മക്കളാണ് കൊച്ചുമ്മയ്ക്കുള്ളത്. 2 ആണുങ്ങളാണ്. 27 വയസ്സുള്ള ഒരാളും 23 വയസ്സുള്ള ഒരാള്. കൊച്ചുമ്മി മൂത്തമ്മ കല്യാണം കഴിച്ചത് കൊച്ചുമായി ഇപ്പൊ അമ്മച്ചിയായി. പക്ഷെ പ്രായമില്ലാതെ അത്ര പ്രായമൊന്നുമില്ല. അമ്മച്ചിയുടെ പ്രായമില്ല. പിന്നെ അങ്ങനെയൊക്കെയാണ് ഗൈസ്. എന്റെ ബ്ലോഗിനെ കുറിച്ച് എന്താ കൊച്ചുമ്മി? എന്റെ ബ്ലോഗിനെ കുറിച്ച് എന്താ കൊച്ചുമ്മിക്ക് പറയാനുള്ളത്? ബ്ലോഗ് ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ. ഗൈസ് ജസ്റ്റിൻ അജിസിന് നേരത്തെ ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുത്തു ഗൈസ്. നമുക്ക് നോക്കാം എന്താണെന്ന്. എന്താണ് ജസ്റ്റിൻ ഹാപ്പി ബർത്ത്ഡേ പറയും. തമിഴ്നാട്. നീ ഏതാ? ഇതെന്താണ് ഗൈസ് നോക്കട്ടെ. ഗ്രേസ്. ഓക്കെ സർ. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ബ്രോ. ഗൈസ് ഇതാ നോക്കാം. നമുക്ക് ഷർട്ടാന്ന് തോന്നുന്നു ഗൈസ്. ഐ തിങ്ക് കുഴപ്പമില്ല. കൊള്ളാം. പക്ഷെ എങ്ങനെയുണ്ട് ജസ്റ്റിന്റെ ഗിഫ്റ്റിനെ കുറിച്ച് 2 വാക്ക് പറയും. എങ്ങനെയുണ്ട് 2 വാക്ക് പറയും ജസ്റ്റിന്റെ ഗിഫ്റ്റിനെ പറ്റി. വെരി നൈസ്. താങ്ക് യു. അനന്തം പറ്റിയും. ഇങ്ങനെ എത്ര സൈസ് ഷർട്ടിന്റെ? പുതിയ വണ്ടി എടുത്ത് പോണ്ടേ? ചുമ്മാതാ. പുതിയ വണ്ടി എടുത്ത് പോണ്ടേ ഇങ്ങോട്ടെങ്കിലും. നമുക്കൊന്ന് കറങ്ങാം. നോ തോടക്കുന്ന എടാ ഇത് ആരുടെ വണ്ടിയാ? ഫുഡൊക്കെ ഉണ്ട്. ഫുഡ് എന്തിനാ? അങ്കിളിന്റെ ഫുഡ് അതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ. ഗ്രേപ്സിനകത്ത്. ഇവൻ എന്തൊരു മണ്ടര. അല്ല, ഗ്രേപ്സിന്റെ കവറിനകത്ത് കിടപ്പുണ്ട്. എടാ ഇത് ആരുടെ വണ്ടിയാ? സത്യമായിട്ടും പണയം എടുത്ത വണ്ടിയാ. മറ്റേ ഇത് കൊടുത്തിട്ട് എഴുതി. ഇത് എപ്പം കൊടുത്താലും തിരിച്ച് പൈസ കിട്ടും അല്ലേ? ഓക്കെ ഐ തിങ്ക് ഗുഡ്. പുതിയ വണ്ടി എടുത്തു ഗായ്സ്. കുക്കുമ്മയ്ക്ക് രുമ്പതാ. താങ്ക് യു സോ മച്ച് കണ്ണാപ്പി. ഞാനും നോവെ പങ്കെടുക്കൂട്ടാ.
നോവ മറ്റേ ലൂഫിമോൾ എങ്ങനെ കുറയ്ക്കുന്നേ? ഇനി രജിമോന്റെ മോണാക്ട്. മയിൽ എങ്ങനെയാക്കളെ? പീക്കോക്ക്. മോനെ അപ്പൊ ചോയ്ക്ക്. മോനെ ഇങ്ങോട്ട് നോക്ക്. നമ്മുടെ പൂച്ച കിറ്റ് ക്യാറ്റ് എങ്ങനെ ടൈഗറോ എലിഫന്റോ പിന്നെ ഡക്കോ മോനെ മമ്മൂട്ടി എങ്ങനെ നടക്കുന്നേ? എങ്ങനെ നടക്കുന്ന മോഹൻലാല് അവനറിയത് ക്യാമറയാണെന്ന്. ഓ സുരേഷ് ഗോപി എങ്ങനെയാ? നിന്റെയൊക്കെ സമയമാവുന്നേ ഉള്ളടാ കൊള്ള കൊടയാടി മോനെ. വാവ്. എടോ നീ എന്നെ ചവിട്ടിപ്പിച്ച സീ പാലസ് അല്ലേ ഇത്? യെസ്. സ്കൈ റൂഫ് ടോപ്പിലാണ് ഗൈസ് എത്തിയിരിക്കുക. നമ്മളുള്ള ഏറ്റവും റൂഫ് ടോപ്പിലാണ് സെറ്റ് ആക്കും ഗൈസ്. പൊക്കോളൂ. നിങ്ങൾക്ക് ആർക്കും തട്ടുകട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വലിയൊരു ഇതന്നെ ഉപയോഗിച്ചു ഗൈസ്. നിങ്ങൾ ഗൈസ് നമ്മളെ എത്തിക്കായി ഗൈസ്. ഓപ്പലൻസ് ഫസ്റ്റ് ഫ്ലോർ ഓപ്പലൻസ്. അതിന് എങ്ങനെയുണ്ട് സർപ്രൈസ്? വരൂ. മീര തോമസ് ആണ്. വരൂ. വാ ഇവനെ എങ്ങനെയുണ്ട്? നമുക്ക് ഇവിടെ പോവാം. ലിഫ്റ്റ് ദോ ഇല്ല. അവൻ പോ. അവരെ കയറ്റി വിട്ടു. അത് ഞാൻ പോകുന്നില്ലല്ലോ. അവൻ വരട്ടെ. എങ്ങനെയുണ്ട് ആംബിയൻസ്? നികിത തോമസിന്റെ സെലക്ഷനൊക്കെ കൊള്ളാം. ഫുഡ് കഴിച്ചിട്ട് വേണോ? വേണ്ട. അല്ല എനിക്ക് ഇറങ്ങടാ. അങ്ങനെ പറഞ്ഞു ഞാൻ അങ്ങനെ ചൂസ് ചെയ്താ. ഇറങ്ങടാ. ആ നല്ല കേക്കല്ലോ.
എന്റെ വാ തുറന്ന് നിനക്കൊരു ബൈക്കിന് കിട്ടത്തില്ല. ഒരു വീഡിയോട് കൂടി. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ഷോ ക്ലാസ് ആണോ? എന്നെ കണ്ട് ബുച്ചി ലുക്ക് ഉണ്ടോ ഗൈസ്? പുറത്തെ ലുക്ക് ഇതാണ്ടോ? ജസ്റ്റിനാണ് ഗൈസ്, ജസ്റ്റിന്റെ ഗൈസ്. ഇതവിടെ ഇവനാണ് ബാച്ചാണ് ബാച്ച്. ഞാനൊന്നും എഴുതില്ല ഗൈസ്, എല്ലാം സർപ്രൈസ് ആയിട്ട് പെട്ടെന്ന് ഇങ്ങ് വന്നോണ്ട് ഒന്നും സമയം കിട്ടില്ല. ഇത് മാത്രമേ ഉള്ളൂ ഇവിടെ കോംപ്ലിമെന്ററി സാധനം, ബാക്കിയെല്ലാം പൈസ വാങ്ങിയതാം. നമ്മളിവിടെ വന്നു ഗൈസ്, സർപ്രൈസ് അടിപൊളി. ഞങ്ങളിങ്ങനെ സൈഡിൽ സർപ്രൈസ് കൊടുത്തു ഗൈസ് അല്ലേ? നമ്മളിപ്പോ എവിടെ ഉള്ളത്? ചെട്ടിക്കാട് ഗൈസ്. നമ്മളിന്ന് ഇവിടെ മിക്സർ വെറൈറ്റി ആയിട്ട് മിക്സർ വിളിച്ചത്. നമ്മൾ എപ്പോഴും മിക്സർ നൂഡിൽസ് വെറൈറ്റി തന്നെ. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ ചിക്കൻ നൂഡിൽസ് മിക്സർ എന്താ ഓർഡർ ചെയ്യാൻ ഞാൻ? എന്തുകൊണ്ടാ? അത് മറ്റേ ബീഫും കൂടെ ആഡ് ആവുന്നുണ്ട് അല്ലേ? അത് ആഡ് ചെയ്തതല്ലേ? നമ്മളിപ്പോഴും മിക്സർ നൂഡിൽസ് തന്നെ ഓർഡർ ചെയ്യുന്നല്ലേ? സൗ കഴിക്കാൻ നേരത്ത് കാണാം അല്ലേ? കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. അത്ര സൂപ്പായിച്ചപ്പോ കുറച്ച് സമാധാനമായി ഗായ്സ്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും സൂപ്പ് നിറച്ചുണ്ടായിരുന്നു. അത് നല്ല സൂപ്പായിരുന്നു. നോവ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നോവ എന്ത് കണ്ടോണ്ടിരിക്കുന്നേ? നോവയാണെങ്കിൽ ഏതോ തത്തമ്മയുടെ എന്നാണ് കണ്ടോണ്ടിരിക്കുകയാണ് ഗൈസ്. പാട്ട് സ്പീക്കറൊക്കെ വന്നിട്ടുണ്ട്. നല്ല ആംബിയൻസ് അല്ലേ? ഗുഡ് ആംബിയൻസ് ഗായ്സ്. ഹലോ ഗായ്സ്. കണ്ണാടി കണ്ണാടി കൊളവാകും ഗായ്സ്. ഇവർക്ക് ഫോൺ പിടിക്കാൻ അറിയില്ല. ഇവർക്ക് ഫോൺ പിടിക്കാൻ അറിയത്തില്ല. ഞാനെന്താ ചെയ്യാനാ ഗായ്സ് അല്ലേ? വന്നിട്ടുണ്ട്, ഒരു ഫുഡ് വന്നിട്ടുണ്ട്. ഞാൻ പൊറോട്ട ഗായ്സ്. നമ്മള് പൊറോട്ട അല്ല, എന്തുള്ള ചിക്കൻ നൂഡിൽസ്. യെസ്. കൊറേ നേരം എടുക്കും തോന്നുന്നു ഗൈസ് നൂഡിൽസ്. എന്തുവാടിയാ ചട്ടിക്കകത്ത്? എന്ത് കറി ഗൈസ്? ചെട്ടിനാട് ചിക്കൻ. വാട്ട് ഈസ് ദിസ്? അതെന്താ? ബീഫ് റോസ്റ്റ്, ചപ്പാത്തി, പൊറോട്ട, അപ്പം, യെസ് ഗൈസ്. ഇതാണ് ഡിന്നർ. നിങ്ങളെ കണ്ടില്ലോ? യെസ് ഗൈസ്. അപ്പൊ നമ്മൾ കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. കഴിച്ചു ഗൈസ്. അപ്പൊ ബില്ലൊന്ന് അത് സ്റ്റോപ്പ് ഗൈസ്. അപ്പൊ നമുക്ക് ബില്ല് നോക്കാം. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു ഗൈസ്. ബില്ല് നമുക്ക് നോക്കാം. 10, 20, 30. അച്ഛാ എത്ര ബില്ല് എത്ര നോക്ക്. സാക്കളെ കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. നിക്ക്, ഇവിടുത്തെ സർവ്വജലവും സെറ്റിൽ ചെയ്തിട്ട് പോയാൽ മതി.
എങ്ങനെയുണ്ട്? 5. പക്ഷെ വേറെ കാര്യമുണ്ടോ, നമ്മൾ അവിടുന്ന് കഴിച്ചതിന്റെ പാതി ഇവിടെ 2000 എന്ത് ഫുഡ് കഴിച്ചു ഇല്ലടേ വിളിച്ച. പക്ഷെ അവിടെ ഇതില്ല. വേറെ ഓരോരുത്തർ 2700 രൂപ. പക്ഷെ അവിടെ ഇതില്ല. എത്രയുടെ വിളിച്ചു? കഴിഞ്ഞോ? 5000. കഴിക്കുമ്പോ പൈസ എണ്ണി കൊടുക്കുന്ന സൈൻ ചേച്ചൻ പാവം. എല്ലാരും നോക്കിക്കൊണ്ടിരിക്കുന്നു പൈസ എണ്ണുന്നത്. അതോടെ ഞങ്ങളുടെ ഡൈനിങ്ങും ബർത്ത്ഡേ എല്ലാം കഴിഞ്ഞ് ഗൈസ്. നാളെയാണ് പറഞ്ഞു ഗൈസ്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. സോ നമുക്ക് വീഡിയോ എടുക്കാം, സമയം എടുക്കാം. സോ വേറെ വീട്ടിൽ കാണുന്നവരെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ബൈ.